പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും 3-ാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2-ാമത്തെ പാഠത്തിലെ രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ പലത് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ, 3-ാം ക്ലാസ്സിലെ 2-ാമത്തെ പാഠമായ കുഴിയാന മുതൽ കൊമ്പനാന വരെ എന്ന പാഠത്തിലെ ഒരു ടോപ്പിക്കായ രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ പലത് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം മാഷൊരു ചിത്രം കാണിച്ചു തരാം. മക്കൾ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കണേ. നോക്കൂ, ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ഒരു കുറുക്കനെ കാണുന്നുണ്ട്, പിന്നെയോ ഒരു ആമയുടെ തോട് കാണുന്നുണ്ട്, ആമയും കാണുന്നുണ്ട് അല്ലേ? കുറുക്കനെ ആമയാണ് കാണുന്നത്. കുറുക്കൻ ആമയെ പിടിക്കാൻ വന്നതായിരിക്കില്ലേ? അപ്പൊ ആമ എന്താ ചെയ്തത്? ആമ കുറുക്കനെ കണ്ട ഉടനെ ആമയുടെ തലയും കാലുമൊക്കെ ആ കട്ടിയുള്ള ആ പുറന്തോടിനകത്തേക്ക് വലിഞ്ഞു അല്ലേ? അപ്പൊ ആമയെ ഇനി കുറുക്കനെ പിടിക്കാൻ കിട്ടുമോ? ഇല്ല. ശത്രുക്കളിൽ നിന്നും ആമ രക്ഷപ്പെടാനായിട്ട് കാണിക്കുന്ന സൂത്രമാണെന്ത്? ഇങ്ങനെ ചെയ്യുന്നത്. തലയും വേഗവും എല്ലാം ആ കട്ടിയുള്ള പുറന്തോടിനകത്തേക്ക് വലിയുക. ഇനി മാഷ് വേറൊരു ജീവിയുടെ ചിത്രം കാണിച്ചത്. അതെന്താണത്? ഓന്ത് അല്ലേ? ഓന്തിന്റെ കുറേ ചിത്രങ്ങളുണ്ട്. മക്കള് സൂക്ഷിച്ചു നോക്കണേ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ഓരോ ചിത്രവും നോക്കൂ. ഓന്ത് പല നിറത്തിലാണ് കാണുന്നതല്ലേ? ഓന്ത് എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നിറമായി മാറുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യണത്? വെരി ഗുഡ്. ഓന്ത് മറ്റുള്ള ജീവികളിൽ നിന്നും അതിൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഓന്ത് അവയുടെ ചുറ്റുപാടിനനുസരിച്ച് ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നിറം മാറുന്നത്. മനസ്സിലായോ? ആമ കാണിച്ച അതേപോലെ വേറൊരു വിദ്യയാണ് ആര് കാണിച്ചത്? ഓന്ത് കാണിച്ചത്. എന്തിനാണത്? ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി. ഇനി മാഷ് മുള്ളംപന്നിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, മുള്ളംപന്നിയും പുള്ളിപ്പുലിയും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. എന്താ ചെയ്യുന്നതെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. മുള്ളംപന്നിയെ പിടിക്കാനായിട്ട് പുലി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. നോക്കിയേ. പക്ഷേ മുള്ളംപന്നി പുലിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യണേ? അതിൻ്റെ ദേഹത്തുള്ള മുള്ളുകൾ പരിച പോലെ ഇങ്ങനെ ചുറ്റും വിടർത്തി നിർത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അല്ലേ? മറ്റുള്ള ജീവികളിൽ നിന്നും രക്ഷപ്പെടുകയാണ് അല്ലേ? നോക്കിയേ. ആമയും ഓന്തും ഒക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത് പോലെ ഈ മുള്ളംപന്നി കാണിക്കുന്ന വേറൊരു വിദ്യയാണത്. കണ്ടോ മക്കള്? ഇനി നോക്കൂ, അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. തേരട്ടയുടെ വീഡിയോ നോക്കിയേ. തേരട്ടെ കണ്ടോ? തേരട്ടയെ പിന്നെ മക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? മക്കളുടെ വീടിന്റെ പരിസരത്തെല്ലാം ഉണ്ടാവും. നോക്കിയേ, തീവണ്ടി പോലെ പോകുന്ന തേരട്ട അല്ലേ? തേരട്ട മറ്റുള്ള ജീവികളിൽ നിന്നും എങ്ങനെയാ രക്ഷപ്പെടാൻ നോക്കുക? നോക്കൂ എന്താ ചെയ്യണെന്ന്. എന്തെങ്കിലും ഒരു ജീവികളിൽ നിന്നും ശല്യം ഉണ്ടാവും, അപകടം ഉണ്ടാവും എന്ന് തോന്നിയാൽ അതെന്ത് ചെയ്യും? അത് ചുരുണ്ട് കിടക്കും. പിന്നെ എന്ത് ചെയ്താലും അത് നുകർന്നു വരില്ല അല്ലേ? അത് പിന്നെ നമ്മുടെ ശല്യം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? തേരട്ട നുകർന്ന് പിന്നെ സഞ്ചരിക്കാൻ തുടങ്ങുക അല്ലേ? മക്കളെ കണ്ടിട്ടില്ലേ? നോക്കിയേ, ആരും ഇല്ലാന്ന് തോന്നിയപ്പോൾ ആ ചുരുണ്ട ഭാഗത്ത് നിന്നും പിന്നെയും യാത്രയാവാൻ തുടങ്ങി, സഞ്ചരിക്കാൻ തുടങ്ങിയില്ലേ? ഇങ്ങനെയാണ് തേരട്ട മറ്റുള്ള ജീവികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുക. ഓക്കെ, അടുത്ത് നോക്കൂ മക്കളെ. പല്ലിയെ കണ്ടിട്ടില്ലേ എല്ലാവരും? ശത്രുക്കളിൽ നിന്നും പല്ലി എങ്ങനെയാണ് രക്ഷപ്പെടാൻ നോക്കുക? ചില സമയത്ത്
പല്ലിയുടെ വാലിങ്ങനെ കിടന്ന് വാല് മാത്രം ഇങ്ങനെ കിടന്ന് പെടയുന്ന കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ്? അതാരെങ്കിലും മുറിച്ചു കളഞ്ഞതാ? അല്ല അല്ലേ. പല്ലി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാലിനെ സ്വയം മുറിച്ചു കളയും. എന്നിട്ടോ ആ മുറിഞ്ഞ വാല് കിടന്ന് പെടയുന്നത് ശത്രു നോക്കി നിൽക്കുന്ന തക്കം നോക്കിയിട്ട് എന്ത് ചെയ്യും? പല്ലി ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ പല്ലി എങ്ങനെയാണ് മറ്റൊരു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക? അതിൻ്റെ വാലിനെ മുറിച്ച് കളയും. മുറിച്ച് സ്വയം അവിടെ ഇട്ടിട്ട് അത് പെടഞ്ഞുകൊണ്ടിരിക്കുന്നത് ശത്രു നോക്കി നിൽക്കുന്ന തക്കത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കൂ മക്കളെ. ഒച്ചിനെ കണ്ടിട്ടുണ്ട് എല്ലാവരും? പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലത്ത് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ലേ എല്ലാവിടെയും? ഒച്ച് നമ്മളെ കണ്ട എന്താ ചെയ്യുക? ഒച്ചിൻ്റെ തോടിനകത്തേക്ക് വലിയും അല്ലേ? ആമയെ പോലെ തന്നെയാണ് ഒച്ചും. ആമയുടെ പുറന്തോടിനകത്തേക്ക് ആമ വലിയുന്നത് പോലെ ഒച്ചെന്താ ചെയ്യുക? ഒച്ചതിൻ്റെ തോടിനകത്തേക്ക് വലിഞ്ഞിരിക്കും. എന്നിട്ടോ ശത്രുക്കൾ പോയ ശേഷം മാത്രം തല പുറത്തിട്ട് യാത്ര തുടങ്ങും. അങ്ങനെയാണ് ചെയ്യുക അല്ലേ ഒച്ച്? എന്തിനാ അങ്ങനെ ചെയ്യണേ? ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇനി അടുത്തൊരു ജീവിയാണ് കണവ. കണവയെ എങ്ങനെയാ ചെയ്യാന്നറിയോ? മക്കൾ കണ്ടിട്ടുണ്ടോ കണവയെ? അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ കണവ? കണവ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക മിക്കവാറും. കണവയെ ശത്രുക്കൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയോ ചെയ്താൽ കണവ എന്താ ചെയ്യാന്നറിയോ? കണവയുടെ സഞ്ചിയുണ്ട് കണവയുടെ ദേഹത്ത്. ആ സഞ്ചി നിറയെ മഷിയായിരിക്കും. മഷി ആ വെള്ളത്തിൽ കലക്കും. വെള്ളത്തിൽ കലക്കിയ മറ്റു ജീവിക്ക് കണ്ണ് കാണില്ലാലോ, വെള്ളം കലങ്ങില്ലേ? ആ തക്കം നോക്കി കണവ എന്ത് ചെയ്യും? അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുക. അപ്പം കണവ എങ്ങനെ മറ്റുള്ളതിൽ നിന്ന് രക്ഷപ്പെടുക? വെള്ളത്തിൽ മഷി കലക്കിയാണ് കണവ രക്ഷപ്പെടുക. മനസ്സിലായോ? അപ്പം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോ ജീവികളും മറ്റുള്ളവരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? റെഡിയല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് ഉണ്ട്. രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ പലത്, ഞങ്ങൾ രക്ഷപ്പെടുന്നത് എങ്ങനെയെല്ലാമെന്ന് എഴുതാമോ? മാഷിപ്പ് പറഞ്ഞു തന്നതെല്ലാം മക്കൾക്ക് ഓർമ്മയില്ലേ? ഓന്ത എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? മുള്ളംപന്നി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? കണവ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അതുപോലെ തേരട്ട എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഒച്ച് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? പല്ലി രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം മക്കൾ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതണം. മാഷിപ്പ് പറഞ്ഞത് ഒന്നുകൂടെ വേണമെങ്കിൽ വെച്ച് നോക്കാം. വീഡിയോ ഒന്നുകൂടെ കണ്ട ശേഷം അതൊന്ന് എഴുതിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. അതുപോലെ നോട്ട് പുസ്തകത്തിലും പകർത്തി എഴുതണം. എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്കും മാഷിനും അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ നല്ല മക്കളും എന്ത് ചെയ്യണം? മിടുക്കികളുമായിട്ട് മാഷ് പറഞ്ഞതുപോലെ ഹോംവർക്കെല്ലാം ചെയ്ത് മിടുക്കികളായിട്ട് ഇരിക്കണം. ഓക്കെ, ഇനി മാഷ് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കണം. മാഷ് എന്നും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കൊറോണ എന്താണ്, ഒന്നുകൂടി ഡേഞ്ചറായിരിക്കുകയാണ്, പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്ത് പോകരുത്. അച്ഛനും അമ്മയും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോട് മാസ്ക് ധരിക്കാൻ പറയണം. അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറയണം കേട്ടോ. അവരാരെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ കൂടെ പോകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. നല്ല മക്കളായിട്ട് മിടുക്കികളുമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഈ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ചാനലായ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.